ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു കുക്കിംഗ് വ്ളോഗാണ്. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ ഫസ്റ്റ് പരിപാടി തൈ പീസ് മേടിച്ചിട്ടുണ്ട്. സോ ഇനി ഇതിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. സോ എന്തായാലും ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മളത് ചിക്കൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല തേക്കാനിലേക്ക് കടക്കാം. അപ്പം മസാല തേക്കും മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് വരഞ്ഞു കൊടുക്കണം, മസാല കയറാൻ പറ്റണ പോലെ. സോ എന്തായാലും വരയട്ടെ. അപ്പോൾ നമ്മൾ മൊത്തം വരഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒഴിക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് മൊത്തം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇടേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ടർമറിക്കാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ പെപ്പറാണ്. അപ്പോൾ 1 ടീസ്പൂൺ പെപ്പർ എടുത്തിട്ട് ഇടാം. 1 ടീസ്പൂൺ പെപ്പർ. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി പൗഡറാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കാശ്മീരി ചില്ലി മാത്രമേ ഉള്ളൂ. സോ നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാണ്. 2 പോട്ടെ, 1 ടേബിൾ സ്പൂൺ മതി കഴിച്ച്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇത്ര ഇട്ടിട്ട് നമുക്കിനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ എന്തായാലും വൈകിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകണം. സോ മൂടി വെച്ച് ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എയർ ഫ്രയറിൽ അധികം ഓയിലൊന്നും ഉപയോഗിക്കാനാണ് സെറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണെന്നുള്ളത് ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളങ്ങനെ എടുത്തു വെച്ചാൽ നമ്മുടെ മാരിനേറ്റുള്ള ചിക്കൻ സെറ്റായി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ എയർ ഫ്രയറിൽ അടിയിലേക്ക് അധികം വെള്ളത്തിൻ്റെ ഇതൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സോ ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ 2 കാലുകൾ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. വരണം, ഇപ്പുറത്ത് വരണം. അയ്യോ, ഇങ്ങനെയായിട്ട് 2 വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. സോ ഗൈസ്, നമുക്കങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെറ്റായില്ലേ? 200 ടെമ്പറേച്ചർ 200, ടൈമിങ് 15 മിനിറ്റ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംഭവം ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് പകുതി നേരം ആയി കഴിയുമ്പോൾ ഒന്ന് മറച്ചിടണം, എന്നാലേ 2 സൈഡ് ആവുള്ളൂ. സോ പകുതി നേരം കഴിയുമ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട് നമുക്ക് തുറന്നു നോക്കാം. സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മറച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മതി ഇപ്പുറത്തെ. ഓക്കെ ഗൈസ്, കുറച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്കിത് മറച്ചിടാം. അപ്പോൾ നമ്മൾ മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇപ്പുറ സൈഡ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി കയറ്റിയിട്ട് സംഭവം ഒന്നും കൂടി കയറ്റി കൊടുക്കാം. കയറ്റിയിട്ട് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ചൂട് 200-ൽ 10 മിനിറ്റ് മതി ഗൈസ്. 10 മിനിറ്റ് സെറ്റാക്കിയിട്ട് വെച്ച് നോക്കാം. അതില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി വയ്ക്കാം. നമ്മൾ കൂടുതൽ വെച്ച് ഇത് കളയണ്ടല്ലോ. സോ 10 മിനിറ്റ് വെച്ച് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് വെച്ചത് കൂടിയും ആയിട്ടുണ്ട്. സോ സംഭവം നല്ല ജ്യൂസി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി വെന്തിലെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇനിയും വെക്കേണ്ടി വരുമോ എന്നുള്ളത് പറയാം കേട്ടോ. ഇല്ല ഗൈസ്, അപ്പോൾ നമുക്ക് കുത്തി നോക്കാം ആയിട്ടുണ്ടോ എന്നുള്ളത്. ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ സംഭവം ഇവിടെയൊക്കെ പൊട്ടി പോന്നിട്ടുണ്ട്. സോ സംഭവം ആയിട്ടുണ്ട്. അതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉള്ളിൽ ആയിട്ടുണ്ട്.
നമുക്കത് പീസ് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടിയും ഫ്രൈ ആക്കണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടിയും ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്കിതായാലും മതി, അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട് കണ്ടു വയസ്സ്. അപ്പോൾ എന്തായാലും ഇത് പ്ലേറ്റിലേക്ക് വെച്ച് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ എയർ ഫ്രയറിലെ ചിക്കൻ ഗ്രില്ല് സെറ്റായി വന്നിട്ടുണ്ട്. കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്. സോ ഗൈസ് നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. സോ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കൊള്ളാം ഗൈസ്, സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സംഭവം സെറ്റാണ്. നമുക്ക് ഞാൻ ഇതുപോലെയാണ് നമ്മുടെ ചിക്കൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഉള്ളിലൊക്കെ പക്ക നല്ല സോഫ്റ്റായി സെറ്റായി വന്നിട്ടുണ്ട്. സോ എന്തായാലും ബാക്കി കഴിക്കട്ടെ. ഇത്രയോളം നമ്മുടെ ഇന്നത്തെ നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും